നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ദിവസം ആരുടെയൊക്കെ ഗ്രാഫുകൾ ഉയർന്നു, ആരുടെയൊക്കെ ഗ്രാഫുകൾ താഴ്ന്നു നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നാളത്തെ പ്രമേയെ കുറിച്ച് പറയാം. നാളത്തെ പ്രമേയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സൈത്യ സന്തോഷിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കുറച്ചു ദൂരം അവളെ ഉറക്കം എണീറ്റില്ല, കുറച്ചു ദൂരം അവരെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് അവളെ കണ്ണ് തുറക്കും. ഇത്രയേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ചൊന്നും നാളത്തെ പ്രമേയിൽ ഞാൻ കണ്ടില്ല. ഈ നാളെ രാവിലെ ആയിട്ട് വേറെ പ്രമോ വന്നാലേ ഇല്ലൂ എന്നുള്ളതാണ്. ഇന്ന് ആരാണ് ടോപ്പ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആരാണ് ടോപ്പിൽ നിന്നത് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പേ എനിക്ക് പറയാം, ഇന്നത്തെ ദിവസം ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂതറ പെർഫോമൻസ് ആര് നടത്തിയെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയേണ്ടതായിട്ട് വരും. മറ്റാരുമല്ല, അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ ഇന്ന് ഒരുപാട് ഏറ്റവും എടുത്തു പറയാനുള്ളത് രേണുവിനെ കുറിച്ച് അല്ലെങ്കിൽ റനാസുനെ കുറിച്ച് പറഞ്ഞ പരാമർശം അല്ലെ, ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് എന്ന് പറഞ്ഞ പരാമർശം വളരെ വളരെ മോശമായ ഒരു പരാമർശമായി പോയി. അത് കൊണ്ടെത്തിക്കുന്നത് അത് ഈ പറയുന്ന റനാസുനയ്ക്ക് നല്ലൊരു ഗുണം ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അതിനോടൊപ്പം ഈ പറയുന്ന ഈ അക്ബർ ഖാൻ അത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നമ്മുടെ അനുമോളിനെ കുറിച്ചും പറഞ്ഞിട്ട്, അനുമോൾ എനിക്ക് വെറും മയിലാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുടി 2-3 പ്രാവശ്യം പൊക്കി കാണിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കാണിച്ചു. അങ്ങനെ തന്നെ ഒരു 2-3 ഇൻസിഡന്റ് അക്ബർ ഖാനെ കുറിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അക്ബർ ഖാൻ എന്ന് ഞാൻ പറയും. പക്ഷെ ഇന്ന് ഒരുപാട് സ്ക്രീൻ സ്പേസിൽ പുള്ളി ഉണ്ടായിരുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ 2 വിഷയങ്ങൾ ഒഴിച്ചു വെച്ചിരുന്നെങ്കിൽ, അനുമോളുടെ കേസ് പോട്ട്, പക്ഷെ ഈ റനാസുനെ പറഞ്ഞത് ഒഴിച്ചു വെച്ചിരുന്നുവെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ആരാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് ഞാൻ 2 പേരെ പറയും. ആദ്യത്തെ പേര് മറ്റാരുമല്ല, നമ്മുടെ അപ്പാനി ശരത്തിനെ പറയാൻ കാരണം ഇന്ന് സ്ക്രീൻ സ്പേസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരിടത്ത് ഇരുന്ന് ഈ പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കുശുംബവും പരദൂഷണവും ഒന്നും പറയാതെ അവരെ അടുത്ത് എങ്ങനെ ഇവരെയൊക്കെ ഔട്ടാക്കാം, അല്ലെങ്കിൽ ഈ പുറത്ത് കിടക്കുന്നവരെ എങ്ങനെ നമുക്ക് ഔട്ടാക്കാൻ പറ്റും, ഏതൊക്കെ രീതി നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് ഗെയിമിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കൂട്ടുകൂടിയായിരിക്കാം. അതായത് ആരുമായിട്ട് ഈ അപ്പാനി ശരത്തും അല്ലെങ്കിൽ അഭിഷേകും അല്ലെങ്കിൽ അപ്പാനി ശരത്തും ഈ അക്ബർ ഖാനും എല്ലാരും കൂടി ചേർന്ന് ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. അല്ലാതെ മറ്റേ വീട്ടിലെ കാര്യവും മറ്റേ അടുക്കള കാര്യവും ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അതുമല്ല, ഇന്ന് ഈ പറയുന്ന അനീഷുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അനീഷുമായിട്ടുള്ള ഫൈറ്റിൽ വളരെ ഫ്ലുവന്റ് ആയിട്ട് സത്യം ചിരിച്ചു പോകുന്ന ഒരു മാസായിട്ടുള്ള പല ഡയലോഗുകളും വളരെ ഫ്ലുവന്റ് ആയിട്ട് അവസരത്തിന് ഒത്തു പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വഴക്ക് നടക്കുമ്പോൾ പോയിന്റുകൾ ഓർത്തെടുത്ത് പറയാനുള്ള ഒരു കഴിവുണ്ട്. അത് മുന്നോട്ട് പോകാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തൂക്കിയത് ഒന്ന് ഈ പറയുന്ന അക്ബർ ഖാൻ എന്ന് പറയും. രണ്ടാമത് ഈ തൂക്കിയ അക്ബർ ഖാൻ അല്ല, നമ്മുടെ അപ്പാനി ശരത്ത് എന്ന് പറയും. രണ്ടാമത് ഈ അപ്പാനി ശരത്തിനെ എന്നെ വെട്ടിലാക്കിയ മറ്റൊരു കക്ഷിയുണ്ട്, അത് അനുമോളാണ്. കാരണം ഇതത്രയും ചെയ്തെങ്കിലും ഈ അനുമോള് ചെന്ന് അവിടെ ചെന്ന് ഈ അപ്പാനിയുടെ ഗെയിമിലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഗ്രൂപ്പ് കളിക്കുന്നത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ലേ എന്ന് കൃത്യമായിട്ട് അനുമോള് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും പറയില്ല, വെളിയിൽ ഔട്ട് എന്താണ് പോണെന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ വളരെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അനുമോൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അനുമോൾ പറയണം, ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് പറയുന്നത്, ഇതിനു വേണ്ടി തന്നെയാണ്, വെളിയിൽ പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞാൽ അപ്പാനി ശരത്ത് അവിടെ പെട്ടു പോകുന്നുണ്ട്. എന്റെ ഗെയിം ഇവളിങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ പുറത്ത് നമ്മളിവിടെ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല എന്നൊരു ഔട്ട് പുറത്ത് പോകൂലേ എന്നുള്ള രീതി, അതായത് അപ്പാനി ശരത്തിനെ ഇവള് പെടുത്തി എന്നുള്ളതാണ് അനുമോള്. അത് വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമല്ല, ഇന്നത്തെ ദിവസം ഉടനീളം നോക്കി എല്ലായിടത്തും പലയിടത്തും ഈ പറയുന്ന അനുമോൾട്ട് പ്രസന്റ് ഉണ്ടായിരുന്നു. സ്ക്രീൻ സ്പേസ് നല്ല രീതിയിൽ എടുത്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അപ്പാനി ശരത്തിനും ഈ പറയുന്ന അനുമോളുമായിട്ട് ഞാൻ വീതിച്ചു കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ള കേസുകൾ പറയാം. രന ഫാത്തിമ നമ്മുടെ ഫസ്റ്റ് ദിവസങ്ങളിൽ ഏറ്റവും ടോപ്പ് നിന്ന് രന ഫാത്തിമ ഇപ്പൊ ഗ്രാഫ് കുറഞ്ഞു വരുന്നു. സ്കിൻ ഫേസ് വലുതായിട്ട് കിട്ടില്ലെങ്കിലും നമുക്ക് തീരെ ഇന്നലത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഡേ ഫസ്റ്റിനെ അപേക്ഷിച്ച് നല്ല ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വീക്ക്ലി ടാസ്കിൽ പെൺകുട്ടികളിൽ 2 പേർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു ഇത് കിട്ടിയിട്ടുള്ളൂ, അല്ലെ? 3 പേർക്ക് ഈ പറയുന്ന മറ്റേ കോയിൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ ഈ രന ഫാത്തിമ വളരെ കൊച്ചു പെൺകുട്ടിയാണ്, അല്ലെ? ഇത്രയേ ഉള്ളൂ, 19 വയസ്സുള്ളൂ. എങ്കിൽ ഈ തടിമാടന്മാരുടെ ഇടയിൽ കൂടിയൊക്കെ പോയി കോയിൻ എടുക്കാൻ സാധിച്ചു. ഒരിക്കൽ തറയിൽ വീണതിന് ശേഷവും വീണ്ടും വന്ന് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ള കുറെ കൂടുകളുണ്ട്,
കുറെ പെൺകുട്ടികൾ തൊട്ടടുത്ത് പോലും അതിന്റെ പരിസരത്ത് പോലും എത്താൻ സാധിക്കാത്ത സ്ഥലത്ത് ഈ 19 വയസ്സുള്ള പെൺകുട്ടി അത് എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും റെന ഫാത്തിമയുടെ ഗ്രാഫ് പിന്നീട് ഫസ്റ്റ് ദിവസത്തെക്കാട്ടി കുറച്ച് താഴ്ന്നുവെങ്കിലും വലിയ രീതിയിൽ താഴ്ന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അല്ലാതെ കൂടുതൽ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ തന്നെ നിലപാട് പറഞ്ഞതായിട്ട് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അടുത്ത അഭിഷേകിന്റെ ഗ്രാഫ് ഇന്ന് ഞാൻ വലുതായിട്ടൊന്നും കണ്ടില്ല. വീണ്ടും താഴോട്ട് തന്നെയാണ് അഭിഷേകിന്റെ ഗ്രാഫ് എന്നുള്ളത്. മുമ്പും എന്തെങ്കിലുമൊക്കെ അനാവശ്യമായ റൈസ് ചെയ്ത് പിന്നെ അഗ്രഷൻ കാണിക്കുമെന്ന് മാത്രമല്ല ഒരു കണ്ടന്റ് കൊണ്ടുവന്നതായിട്ട് കണ്ടില്ല. അപ്പോ അഭിഷേകിന്റെ ഗ്രാഫ് താഴോട്ടാണ് എന്ന് പറയേണ്ടി വരും. അനീഷ് എടുത്തു പറയണം. അനീഷ് ഉടനീളം ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനീഷ് ആയിരിക്കും. ഈ പറയുന്ന അപ്പാനി ശരത്തിന് ഈ മാസാവാനുള്ള ഒരു അവസരവും കൂടി കൊടുത്തത് ഈ പറയുന്ന അനീഷിനും ഗുണം ചെയ്തു. അത് മറ്റൊരു തരത്തിൽ അപ്പാനി ശരത്തിനും ഗുണം ചെയ്തു. പലർക്കും കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്ക് കണ്ടന്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് സ്ക്രീൻ സൈസ് കിട്ടുകയും ചെയ്യുന്നു. കൂടുതൽ പുള്ളിയുടെ അടുത്ത് ഉടക്കാൻ പോകുന്ന അവർക്കും കൂടി അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന അവർക്കും കൂടി ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? ഈ പറയുന്ന അനീഷിന് സാധിക്കുന്നു. പക്ഷെ അനീഷിന്റെ ചില സമയത്തുള്ള മണ്ടത്തരമായിട്ടുള്ള പ്രസ്താവനകൾ പിന്നെ ആവർത്തിക്കുക, ഒരു സാധനം ഇങ്ങനെ ചുമ്മാ കിടന്ന് ആവർത്തിക്കുക, മണ്ടന്മാരെ പോലെ സംസാരിക്കുക, ഇതൊക്കെയാണ് അനീഷിന് തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അനീഷ് എന്നത്തെയും പോലെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് അനീഷിന്റെ ഗ്രാഫ് പോകുന്നത്. മനസ്സിലായോ? ആർ ജെ ബിൻസി ഇന്നലെയൊക്കെ ഗ്രാഫ് വളരെ താഴെയായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇറക്കൊക്കെ ടഗ് കൗണ്ടറൊക്കെ പലയിടത്തും വെച്ച് ഈ പറയുന്ന ബിൻസി അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു നല്ലൊരു രീതിയിൽ ഏതെങ്കിലും ഒരു ഫൈറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നാലേ ബിൻസി എന്ന് പറയുന്ന കളിക്കാരി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അവിടെ ഇരുന്ന് ഡയലോഗുകൾ പറയുന്നുണ്ട്, ടഗുകൾ അടിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മുന്നിലോട്ട് ഒരു ഫൈറ്റ് വരുമ്പോൾ അവിടെ മുന്നിൽ വന്ന് സംസാരിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് അത് മനസ്സിലാവത്തുള്ളൂ എന്നുള്ളത്. നല്ല കാപ്പബിൾ ഉള്ള കുട്ടിയാണ്. അപ്പൊ ഗ്രാഫിന്റെ കേസ് ചോദിച്ചാൽ ഇന്നലത്തേക്കാൾ ഇന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ജിസേൽ തക്രാൽ ഇന്നലെ ടോപ്പിൽ നിന്ന് തക്രാൽ ഇന്നും സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് കോയിൻ കിട്ടിയതിൽ ഒരാള് ജിസേലായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇന്ന് അതുമല്ല കുറച്ച് സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും സ്ക്രീൻ സ്പേസിലൊന്നും വേറെ വിഷയമൊന്നുമില്ല. ഗെയിമിനെ കുറിച്ചുള്ള അവയർനെസ് ഇന്നും നമുക്ക് ശ്രദ്ധേയമായി കാണാൻ സാധിച്ചു. പക്ഷെ ഇന്നലത്തെ അപേക്ഷിച്ച് ഗ്രാഫ് താഴെയായിരുന്നു എന്നുള്ളതാണ്. ബിന്നി സെബാസ്റ്റ്യനും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നലെയും ഇന്ന് കുറച്ചും കൂടി ബിന്നി സെബാസ്റ്റ്യൻ പെൺകുട്ടികളുടെ ഇടയിൽ കോയിൻ കിട്ടിയ മറ്റൊരു 5 കോയിൻ എന്തോ എടുത്തെന്ന് തോന്നല്ലേ ബിന്നി. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ചുവന്ന കോയിൻ എടുത്തത് ബിന്നി ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് പരിക്കേറ്റു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ തന്റെ അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. അവിടെ ഒരു അഭിപ്രായം പാളിപ്പോയത് മറ്റൊന്നുമില്ല. അബ്ദർ ഖാന്റെ അടുത്ത് പിന്നീട് എന്താണ് നിങ്ങൾ എന്തിനാണ് അബ്ദർ ഖാൻ പറഞ്ഞു മറ്റവരെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നു എന്ന് പറയാം. അതൊന്നും സഹതാപം തോന്നുന്നു, നിങ്ങൾ കളിക്കാനല്ലേ വന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഞാൻ പോയി എനിക്ക് സഹതാപം തോന്നും എന്ന് പറഞ്ഞതിന് മാത്രം ഒരു പാളിച്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു. അത് അവിടെ ഇട്ട് ബിന്നിയെ പിടിക്കുന്നുമുണ്ട്. അവിടെ അടുത്ത പറയാനുള്ള ആര്യൻ കഥോരി ഇന്നലെയും കാട്ടി ഇന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇന്ന് കോയിനുകൾ കിട്ടി. ഈ പറയുന്ന എന്താണ് ഗോൾഡ് കോയിന് പിന്നീട് കരസ്ഥമാക്കാതെ കയ്യിൽ നിന്ന് പോയെങ്കിലും സ്ക്രീൻ സ്പേസ് ഒരുപാട് നേടിയെടുക്കാൻ സാധിച്ചു. ഒരു ലവ് ട്രാക്കിനുള്ള പിന്നീട് ഒരു കറക്കത്തിലാണ് പുള്ളി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അതുമല്ല ഇന്നലത്തെ അപേക്ഷിച്ച് നല്ല ഗ്രാഫ് മെയിലിലോട്ട് വരുന്നുണ്ട് ആര്യന്. അതുപോലെ ഈ ആര്യൻ ഇപ്പൊ നോമിനേഷനിലുണ്ട്. കുറച്ച് വോട്ട് ആര്യന് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ഷാനവാസ് ഷാനു ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും അതേ ഗ്രാഫിൽ തന്നെ തുടരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലായിടത്തും വളരെ അറഗന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആർക്കും വിട്ടുകൊടുക്കാതെ പോടാ നീ പോടാ എന്നുള്ള രീതിയിൽ ആരടുത്ത് വേണോ എപ്പോ വേണോ ഉടക്കാം എന്നുള്ള ഇന്ന് അബ്ദർ ഖാനുമായിട്ട് ഉടക്കുമെന്ന് നമ്മൾ കരുതിയെങ്കിലും അത് അവിടെ വെച്ച് അങ്ങ് പോയി. ഇന്ന് അനീഷുമായിട്ട് ഉടക്കിയെങ്കിലും അവിടെ വെച്ച് ഒരു വലിയൊരു ഫൈറ്റിലേക്ക് വരുന്നില്ല. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളെല്ലാം തോന്നുന്നു ഇത്തിരി പിടിച്ചു നിൽക്കും. ഇന്ന് വൃത്തികെട്ട കണ്ടന്റുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് അസുഖം എന്തോ ഒരു ശാരീരിക പ്രശ്നമുണ്ട്. ഇങ്ങനെ ഡോക്ടർ ചുമ്മാ വിളിക്കുന്നല്ല, ഈ കൺവെൻഷൻ റൂമിൽ ചുമ്മാ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഭാവി എന്ന് എനിക്കറിയത്തില്ല. അടുത്ത ആദില നൂറ ഇന്നലത്തെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വലുതായിട്ടൊന്നും ആദിലയും നൂറയും പറ്റിയുള്ള വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ആദില നൂറയുടെ ഒരു കേസ് പറയാനുള്ളത് എന്താണ്, ഇന്ന്
നമ്മുടെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ പീസ് ഓഫ് മറ്റേ ഇത് പറഞ്ഞില്ലേ, പീസ് ഓഫ് എ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ പീസ് ഓഫ് എ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു എന്നൊക്കെ പറഞ്ഞ കുറെ പരാമർശങ്ങളും, അതുമല്ല ഈ പിന്നെ നൂറയ്ക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഈ നൂറ അതിന്റെ ഇടയിൽ ഈ പറയുന്ന നമ്മുടെ ആര്യൻ കയറി പറ്റാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. നൂറയുമായിട്ട് ഒരു ലവ് ട്രാക്ക് ഉണ്ടായാലോ എന്നൊരു വിദൂരമായ ഒരു സംശയവും എനിക്കുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചാരിക ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നും ഒന്നും പറയാനില്ല. അവിടെ ഇരുന്നിട്ട് ഹോട്ട് സീറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പിടിച്ച് അതേ പറ്റത്തുള്ളൂ തോന്നുന്നു. അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരെ പിടിച്ച് ഹോട്ട് സീറ്റിൽ ഇന്റർവ്യൂ ചെയ്ത് ആ ഓർമ്മ പുതുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇന്നത്തെ ഒരു വിഷയത്തിൽ ഈ കോയിൻ ഇല്ലേ, അതായത് അനീഷിന്റെ കയ്യിൽ നിന്ന് ആര്യൻ വന്ന് കോയിൻ എടുക്കുമ്പോൾ നീ എന്തിനവനെ പിന്നീട് ബിഗ് ബോസിനെ പറ്റി ഒരു തേങ്ങ അറിഞ്ഞൂടാത്ത നീ എന്തിനവനെ പോക്കറ്റിൽ നിന്ന് കോയിൻ എടുക്കാൻ പോയത്, മോശം വലിയ ശാരീരിക ഉപദ്രവം ചെയ്ത്, അത് ബിഗ് ബോസ് ആണ്. അത് അങ്ങനെയൊക്കെ തന്നെ പോക്കറ്റിൽ നിന്ന് കോയിൻ, അതും ആര്യൻ തമാശയ്ക്ക് എടുത്തതാണ്. അതിന് എത്രയൊരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് ആവശ്യം അവിടെ ഈ പറയുന്ന ആർക്കില്ലായിരുന്നു. ശാരിക എനിക്ക് തോന്നുന്നു വളരെ വോട്ടിങ്ങിൽ വളരെ പിന്നിലാണ്, പുറത്തു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. നെവിന്റെ കേസ് പറയും, ഇതുവരെ ഈ പറയുന്ന വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും തരാതിരുന്ന നെവിൻ ഇന്ന് അവന്റെ സ്വന്തം പിന്നെ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് മോഷണം, അങ്ങനെ പലരിൽ നിന്ന് മോഷ്ടിക്കുകയും പലയിടത്തും കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം കണ്ടന്റ് കൊണ്ടുവന്നു. കാരണം ഇത് മോഷ്ടിക്കാൻ ആരും മോഷ്ടിക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവൻ വളരെ കൂളായിട്ട് അവരുടെയൊക്കെ പിന്നെന്താണ് അവരുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് അവരെ തന്നെ ആ ഗോൾഡ് കോയിൻ അടിച്ചു മാറ്റും, തിരിച്ചു കൊടുക്കുന്നു. അല്ലാതെ ബാൻഡ് അടിച്ചു മാറ്റുന്നു, അല്ലാതെ റെഡ് കോയിൻ 2-3 അവന്റെ കയ്യിൽ ഇപ്പോഴും അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേനൊക്കെ അപേക്ഷിച്ച് ഇതുവരെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് ഗ്രാഫ് ആർക്ക് നമ്മുടെ നെവിന്റെ കൂടിയിട്ടുണ്ട്. ഇനി നമ്മുടെ റെനാസുനയെ കുറിച്ച് പറയുകയാണെങ്കിൽ റെനാസുനയിൽ പ്രത്യേകിച്ച് കണ്ടനം തോന്നില്ല. പക്ഷെ ഇന്നൊരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കളി കളിച്ചു. അതായത് ഇവിടെ അക്ബർ ഖാൻ പറഞ്ഞ ഒരു സാധനം, സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് പലയിടത്തായിട്ട് പറഞ്ഞ് ഞാനൊരു വിധവയാണ്, മറ്റൊന്ന് എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, അവര് തീരുമാനിക്കട്ടെ. അതായത് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുക. അതാണ് ഇങ്ങനെ ഒരു ഇട്ടുകൊടുക്കാനുള്ള അവസരം കൊടുത്തത് അക്ബർ ഖാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മണ്ടത്തരമായിട്ട് ഒരു പ്രസ്താവനയായിരുന്നു ഇത്. നിങ്ങൾ എഴുതി വെച്ചോ, മോഹൻലാൽ എന്ന് വരുമ്പോൾ ഈ വട്ടം എടുത്തിട്ട് അലക്കാൻ പോകുന്നത് അക്ബർ ഖാനെ തന്നെ ആയിരിക്കും. അത് ഈ പറയുന്ന റെനാസുനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒനിയൻ സാബു എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാനൊന്നും കണ്ടിട്ടില്ല, അടുക്കളയിൽ തന്നെയാണ്. പിന്നീട് മുൻഷി രഞ്ജിത്ത് സെയിം, ഒരു ഗ്രാഫ് താഴുന്നുമില്ല ഉയരുന്നില്ല, അതുപോലെ തന്നെയാണ്. സൈത്യ സന്തോഷ് ഇന്നലത്തേക്ക് അപേക്ഷിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റും ഞാൻ കണ്ടില്ല. കുറച്ച് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നിരുന്ന് പറയണ ഞാൻ കേട്ടു, നമുക്ക് 4 പേർക്കും ഇൻഡിവിജ്വലായിട്ട് കളിക്കണം, അതുകൊണ്ട് അവർ പൊക്കിക്കൊണ്ട് പോകണേ പൊക്കിക്കൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ ലാലേട്ടം ഒന്നും ചോദിക്കില്ലെന്ന്. അങ്ങനെയും ചോദിക്കില്ല. കാരണം ആ ടാസ്ക് തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ സപ്പോർട്ട് ചെയ്ത് ടാസ്കിലുള്ളതല്ലേ ചെയ്തത്, അങ്ങനെയല്ല കൂടെ കിടന്ന് ഒറ്റ കൊടുക്കുകയല്ലേ ചെയ്ത്. ഇപ്പൊ എന്തായി, ലാസ്റ്റ് ഈ സാഹിത്യം തന്നെയാണ് അവന്മാർ പൊക്കിക്കൊണ്ട് പോകുന്നത്. എണീക്കും, അത് വേറെ കേസ്. പിന്നെ കലാഭവൻ പിന്നെ സരിക പഴയതുപോലെ തന്നെ എനിക്കൊന്നും പറയാനില്ല, ഗ്രാഫ് താഴെ തന്നെയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.